കഴിഞ്ഞ ദിവസം ഹോർത്തൂസിൽ രമേശ് ചെന്നിത്തല പറഞ്ഞൊരു പ്രസ്താവനയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടിരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 2011 UDF അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അദ്ദേഹത്തെ ഉപമുഖ്യമന്ത്രി ആകാൻ ക്ഷണിച്ചിരുന്നു, അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രി ആയിക്കൂടെ എന്നുള്ളൊരു ചോദ്യം ഉന്നയിച്ചിരുന്നു. അന്ന് അദ്ദേഹം അതിനെ നിഷേധിക്കുകയുണ്ടായി. അതിന് കാരണം രഹസ്യമാണ്, പുറത്തു പറയാൻ പറ്റാത്തൊരു കാരണമാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ഇനി UDF അധികാരത്തിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനി അടുത്തൊരു മുഖ്യമന്ത്രി ആകാൻ തനിക്കാണ് യോഗ്യത എന്നുള്ള രീതിയിലും പണ്ട് ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഒരു പ്രസ്താവന ഇപ്പോൾ വളച്ചൊടിക്കുന്ന ഒരു രീതിയിലേക്കാണ് രാഷ്ട്രീയ കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്. പല പാർട്ടികളും അല്ലെങ്കിൽ പല സൈബർ ഹാൻഡിലുകളും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹമുണ്ട് എന്നുള്ള രീതിയിൽ പണ്ട് കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ അവർ പറഞ്ഞിരുന്നു. അല്ല, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി ആകാൻ ആഗ്രഹവുമുണ്ട്, സാധ്യതയുമുണ്ട്, അർഹതയുമുണ്ട്, ക്ലെയിമും വെക്കാൻ പറ്റും. രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, VD സതീശനും വെക്കാൻ, കെ.സി. വേണുഗോപാലിനും ഇത്തരത്തിലുള്ള ക്ലെയിമുകളെല്ലാം തന്നെ വെക്കാം. പക്ഷേ രമേശ് ചെന്നിത്തല ഈ ഒരു പ്രസ്താവന മറ്റ് സൈബർ ഹാൻഡിലുകളിൽ പറയുന്നത് ഇന്നും കോൺഗ്രസിനകത്ത്, അത് കുറച്ച് ആളുകൾക്ക് മുൻപ് വരെ പറഞ്ഞിരുന്നത് പോലെ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ആര് നേതാവാകണം, ആര് മുഖ്യമന്ത്രി ആകണം എന്നുള്ള ഒരു തർക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് ഊട്ടി ഉറപ്പിക്കുന്ന രീതിയിലായി പോയില്ലേ രമേശ് ചെന്നിത്തലയുടെ അറിഞ്ഞോ അറിയാതെയുള്ള ഈ ഒരു അദ്ദേഹം മികച്ച പ്രതിപക്ഷ നേതാവാണ്. അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ഒരുപാട് ആരോപണങ്ങളും അതേപോലെ സർക്കാരിനെതിരെയുള്ള കേസുകളും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അത് പാർട്ടിക്കകത്ത് നിന്ന് തന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ലഭിക്കാത്തൊരു സാഹചര്യം, ആയി പോകുന്ന കോവിഡ് കാലത്ത് അദ്ദേഹത്തിന്റെ ഉസ്മാൻ ട്രോളുകളൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അദ്ദേഹം ആലോചിച്ചു, 26ാമത്തെ വയസ്സിൽ MLA ആയ വ്യക്തി, 28ാമത്തെ വയസ്സിൽ മന്ത്രിയായ വ്യക്തി, അത്രയും ചെറുപ്പകാലത്ത്, ഇപ്പം ഹർഷയുടെയൊക്കെ പ്രായത്തിൽ MLA ആണ് അദ്ദേഹം. അത്രയും അഡ്മിനിസ്ട്രേഷൻ പവറുള്ള വ്യക്തി 2011 അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ ശ്രമിച്ചപ്പോൾ അത് നിരസിച്ചു. അത് എന്താണ്, ആ ഒരു രഹസ്യം പിന്നീട് പറയാമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അതിന് കൂടെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു. അന്ന് ആകാതിരുന്നത് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ നേരത്തെ ചില സംഭവങ്ങളിൽ അസ്വാരസ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി ആകാതിരുന്നത്. പക്ഷെ ഇപ്പോൾ ഭരണം പിടിക്കുക എന്നല്ലാതെ ഇവർ എല്ലാവരും ഒരുമിച്ച് നിന്ന് ഭരണം പിടിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് UDF മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് വരുന്ന വിലങ്ങുനടിയാണ് ഈ രാഹുൽ മാങ്കൂട്ടം കേസായാലും മറ്റ് ആരോപണമായാലും. അല്ല, മറ്റാരോപണം എന്ന് പറയാനായിട്ട് ഇപ്പൊ പ്രത്യേകിച്ച് കോൺഗ്രസിനെതിരെ ഇല്ല. ഈ ഒരു രാഹുൽ വിഷയം തന്നെയാണ് ഏറ്റവും കൂടുതൽ എടുത്തിയായിട്ട് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി. അപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി കെ.സി. വേണുഗോപാലാവും അല്ലെങ്കിൽ VD സതീശനാവും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒറ്റ രാത്രി കൊണ്ട് ഇവിടുത്തെ സീനിയർ നേതാക്കളെ ഉൾപ്പെടെയുള്ളവരെ വിളിച്ച് ഡൽഹിയിലേക്ക് കൊണ്ടുപോയി ഹൈക്കമാൻഡ് പറഞ്ഞു, ഈ പരിപാടി നിർത്തിക്കോ, ഒരുമിച്ച് നിന്ന് ഇവിടെ നിന്ന് അധികാരത്തിൽ വന്ന് ഭരണം പിടിച്ചില്ലെങ്കിൽ കേരളത്തിൽ അസ്വസ്ഥ, ഒരു നേതാവിനെ അന്വേഷിക്കേണ്ട ആവശ്യമേ വരില്ല എന്ന് വരും. പിന്നെ പറയാൻ പറ്റില്ല, ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള പ്രചരണത്തിനായിരിക്കില്ല ഇനി. പല സംസ്ഥാനങ്ങളിലും അവർ പല സ്ട്രാറ്റജിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ കേരളത്തിൽ ഭരണം പിടിക്കുക, 100 സീറ്റുകൾ, ഇത് ഒരു ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. ഇപ്പൊ വെള്ളാപ്പള്ളി നടേശൻ ഭരണത്തിലെത്തിയില്ലെങ്കിൽ VD സതീശനെ പോലുള്ള പ്രതിപക്ഷ നേതാവ് രാഷ്ട്രീയ വനവാസത്തിന് പോകണമെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. രമേശ് ചെന്നിത്തലയുടെ ആവശ്യകതയാണ് ഭരണത്തിൽ. കെ.സി. വേണുഗോപാൽ ബീഹാർ ഇലക്ഷനും കൂടെ കഴിഞ്ഞ സാഹചര്യത്തിൽ അദ്ദേഹത്തിനെതിരെ കോൺഗ്രസിനകത്തും സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ട്. ഇവിടെ ബീഹാറിൽ ഭരണത്തിൽ എത്താൻ കഴിയാത്തത്, അതിനപ്പുറത്തേക്ക് കേരളത്തിലും, അതായത് കെ.സി. വേണുഗോപാലിന്റെ തന്ത്രങ്ങൾ പാളി തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് പിന്നെ അദ്ദേഹം ഇവിടെ നിലയുറപ്പിക്കുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രി. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളുടെ ഇടയിലൂടെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ രമേശ് ചെന്നിത്തലയുടെ വാക്കുകൾ, രമേശ് ചെന്നിത്തലയ്ക്ക് ക്ലെയിം വെക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് രമേശ് ചെന്നിത്തല. അത് പറയാതെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അതായത് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടോ എന്ന് വെച്ചാൽ ആഗ്രഹമുണ്ട്. എന്താണ്, ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു നേതാവ്, അതായത് ഇപ്പോൾ ഈ ഗ്രൂപ്പ് തർക്കങ്ങളെല്ലാം ഉള്ളിടത്ത സമയത്തും ഉമ്മൻചാണ്ടിയായിട്ട് AI ഗ്രൂപ്പിന്റെ ഭാഗമായി രണ്ടുപേരും നിന്നപ്പോഴും അവര് പറയുന്നിടത്ത് പാർട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ എല്ലാം ഒരു കോക്കസ് ഗ്രൂപ്പിലേക്ക്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത് വരുന്ന ഭരണം പിടിക്കുകയാണെങ്കിൽ ക്ലെയിമിന് മുൻതൂക്കം രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിക്കുമായിരുന്നു എന്നൊരു തോന്നൽ. അത് ഇപ്പോ ഈ പറയുന്നത് പോലെ ഉമ്മൻചാണ്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടിക്ക് മുൻപും ശേഷവും എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർട്ടി ആ ഒരു രീതിയിലേക്ക് ഇപ്പോ കോൺഗ്രസ് പാർട്ടി മാറിയിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ തന്നെ പറയുമ്പോൾ അതാണ് പറയുന്നത്, ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പാർട്ടി അത്തരത്തിൽ നെഗോസിയേഷൻസുകൾ, സെറ്റിൽമെന്റുകൾ നടത്താൻ കഴിയുന്ന നേതാക്കന്മാർ ഇപ്പോൾ ഇല്ല. ഇപ്പൊ AK ആന്റണി എന്ന് പറഞ്ഞ സീനിയർ നേതാവിനെ കോർ കമ്മിറ്റി ഉൾപ്പെടുത്തി കേരളത്തിലെ നെഗോസിയേഷൻ പവറിലേക്ക് എത്തിക്കുക, സീനിയർ നേതാക്കളുടെ ഇടയിൽ ഒരു തമ്മിലടി മാറ്റി നിർത്തുക എന്നൊക്കെ പറയുകയാണെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ അത്രയുള്ള ഒരു പെനട്രേഷൻ ഇവർക്ക് നടത്താൻ കഴിയുമോ എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. പക്ഷെ രമേശ് ചെന്നിത്തലയ്ക്ക് ക്ലെയിം ഉന്നയിക്കാൻ കഴിയുന്ന വ്യക്തി തന്നെയാണ് അദ്ദേഹം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വന്ന ഒരാളാണ്, അത്രയും സീനിയർ നേതാവാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു നാഷണൽ ലെവൽ മാൻഡേറ്റ് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വരാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ രാജസ്ഥാൻ മുഖ്യമന്ത്രി ആയാലും കർണാടകയിൽ മാത്രമേ
ഇപ്പോൾ മാറിയിട്ടുള്ളൂ. ശിവകുമാർ, DK ശിവകുമാർ സിദ്ധരാമയ്യയായി. അല്ലെങ്കിൽ അങ്ങനെ നാഷണൽ ലെവലിൽ അതിൽ മാൻഡേറ്റ് ലെവലിൽ പൊളിച്ചെടുത്ത് നടത്തുകയാണെങ്കിൽ മാത്രം തള്ളപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തലയോടൊപ്പം എത്ര MLA മാർ നിൽക്കുമെന്നുള്ള അതെ, അത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്താണെങ്കിൽ പോലും കോൺഗ്രസിൽ ഇത്തരത്തിൽ എല്ലാവരെയും ചേർത്ത് നിർത്താൻ സാധിച്ചു എന്ന് ചോദിച്ചാൽ അത് വലിയൊരു സംശയം തന്നെയാണ്. താൻ നേതൃത്വം കൊടുക്കുന്ന ഗ്രൂപ്പിലാണെങ്കിൽ പോലും അതിനകത്തുള്ള എല്ലാവരെയും തന്നെയും ചേർത്ത് നിർത്താൻ രമേശ് ചെന്നിത്തലയ്ക്ക് സാധിച്ചിരുന്നില്ല. അതിനപ്പുറത്തേക്ക് താൻ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങളെല്ലാം തന്നെയും ഇത്തരത്തിൽ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പല രീതിയിൽ പിന്നിൽ നിന്ന് കുത്താണെങ്കിലും അല്ലെങ്കിൽ ആരോപണങ്ങളെ തനിക്കെതിരെ തന്നെ തിരിച്ചുവിടുന്ന ഒരു രീതിയിലേക്ക് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ നടന്നിരുന്നു. അതായത് കുതികാല് വെട്ടൽ പാർട്ടിക്ക് അകത്ത് തന്നെ നടന്നതുകൊണ്ടാണ് ഈ 9 വർഷവും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക്, അതായത് 2 തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കുന്ന അദ്ദേഹത്തിന് വേണ്ടി ഇത്ര MLA മാർ കൈപൊക്കുന്നു, അതനുസരിച്ചിരിക്കും അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം. ഇപ്പോ ഒരു ഘട്ടത്തിൽ VD സതീശൻ കുറെ MLA മാരെ ചേർത്ത് നിർത്താൻ ശ്രമം നടത്തിയെങ്കിലും അതിപ്പോൾ ഒരു രാഹുൽ മാങ്കൂട്ടം കേസോടെ അതെങ്കിൽ സംഘടനയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ ചില പിടിവാശികൾ കാരണം അദ്ദേഹം ഇപ്പോൾ മയപ്പെടുന്നു വരുന്നൊരു അവസ്ഥയിലേക്ക് എത്തുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ ആർജവമുള്ള നിലപാടെടുത്തത് VD സതീശനാണെന്ന് മാധ്യമങ്ങൾ വാഴ്ത്തിപ്പാടുകയായിരിക്കും. ആ വാഴ്ത്തിപ്പാടുമ്പോഴും അദ്ദേഹത്തിന് കോൺഗ്രസിനകത്തെ പോക്ക് എത്രത്തോളം ഉള്ള, ഇത്രയും നാൾ ഒരു പക്ഷേ ഈ പറയുന്നത് പോലെ അതൊരു തിരിച്ചടിയായി തന്നെ VD സതീശന്റെ പ്രഭയിൽ വലിയൊരു തിരിച്ചടി തന്നെ ആയിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറയുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് രാഹുലിനെതിരെ വീണ്ടും പരാതി വരുമ്പോൾ അല്ലെങ്കിൽ പെൺകുട്ടി പരാതിയുമായി മുഖ്യമന്ത്രി ഓഫീസിലേക്ക് എത്തുന്ന സാഹചര്യം വന്നപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് ഗ്രൂപ്പ് കൃത്യമായി ഇപ്പം ഇടയ്ക്ക് വെച്ച് കുറച്ച് രണ്ടുപേരെ VD സതീശന്റെയും വേണുഗോപാലിന്റെയും അതേപോലെ തന്നെ രമേശ് ചെന്നിത്തലയുടെയൊക്കെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാം ഇവർക്ക് ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ടുള്ള ധാരണ ഇവർക്കുണ്ട്. അതില് ഇപ്പോൾ ഗ്രൂപ്പ് മെനങ്ങാനത്തെ രമേശ് ചെന്നിത്തലയുടെ വാർത്താ സമ്മേളനങ്ങൾ ഉൾപ്പെടെ കാണുമ്പോൾ അറിയാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വാള് ഇപ്പൊ അടിക്കാൻ കിട്ടിയ വടി അതവർ ഉപയോഗിക്കും. അതിന്റെ ധ്വനിയായിട്ടാണ് പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് മറ്റു നേതാക്കൾ പറയാത്ത സാഹചര്യത്തിൽ രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ തീരുമാനമെടുത്തത്. അത്രയും കടുംപിടുത്തത്തിലോട്ട് തീരുമാനം എടുക്കണമെങ്കിൽ ഈ ഒരു കോൺഗ്രസിനകത്ത് നടക്കുന്ന പൊളിറ്റിക്കൽ പോരാട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയം എടുത്തു വെച്ച് കാട്ടിക്കൊണ്ട് വേണം അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ളത്. ഒരു സാഹചര്യം എടുത്തു നോക്കിയാൽ നമുക്കറിയാം. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം മാറിക്കഴിഞ്ഞപ്പോൾ അബിൻ വർക്കി വരാത്ത സാഹചര്യം, അബിൻ വർക്കി രമേശ് ചെന്നിത്തല തോളോട് തോൾ ചേർന്ന് എന്തായാലും ഇറ്റ്സ് എ ഹ്യൂമൻ പൊളിറ്റിക്സ് അവിടെ എന്തായാലും വർക്കാവും എന്നുള്ളത് കൃത്യമാണ്. പിന്നെ അയൽക്കാരായിട്ടുള്ള യുവജന നേതാക്കളെയൊക്കെ രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യുന്നത് സ്വന്തം, പക്ഷെ പ്രധാന വിഷയം സ്വന്തം സഹോദരങ്ങളെ പോലെ അല്ലെങ്കിൽ മക്കളെ പോലെയൊക്കെ. പക്ഷെ ഇവരെല്ലാം ഒരു ഘട്ടം കഴിയുമ്പോൾ ഇവർ വിശ്വസിച്ച് വളർത്തിക്കൊണ്ടുവരും. രമേശ് ചെന്നിത്തലയുടെ മുതുകിൽ ചവിട്ടി ഇവർ വളർന്ന് മുകളിലോട്ട് പോവുകയും ഇദ്ദേഹത്തെ ചവിട്ടി താഴ്ത്തുന്ന സ്ഥിതിയാണ് കാണുന്നത്. പക്ഷെ അപ്പോഴും പറയും കർമ്മ ഇസ് എ ബൂമറാങ്. പണ്ട് കരുണാകരനോട് ചെയ്തത് കൊണ്ടാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്തരത്തിലുള്ള അനുഭവം ഇപ്പോഴുള്ള നേതാക്കളിൽ നിന്ന് വരുന്നത്. എന്തായാലും അദ്ദേഹം തിരികൊളുത്തി വെച്ചത് ഇതിനു മുമ്പും രമേശ് ചെന്നിത്തല, അതായത് മുഖ്യമന്ത്രിയുള്ളൊരു വേദിയിൽ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ മുഖ്യമന്ത്രി ഇരുന്നൊരു വേദിയിൽ ശ്രീമാൻ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവണമെന്ന് 1 വർഷം മുമ്പ് സമാനമായി ഈ സാഹചര്യം രവി പിള്ളയുടെ ഏതോ ഒരു ചടങ്ങിലാണ്. അപ്പൊ മുഖ്യമന്ത്രി CM അവിടെ പറയുകയും ചെയ്തു കോൺഗ്രസിലെ വലിയൊരു കലാപത്തിനാണ് അദ്ദേഹം ഇവിടെ തിരികൊളുത്തിയത്, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആകുമെന്നൊരു പൊതുപരിപാടിയിൽ പറയുന്നു. അപ്പോൾ കൃത്യം 1 വർഷം കഴിയുമ്പോൾ ഈ വിഷയങ്ങൾക്കിടയിൽ അദ്ദേഹം പറയാതെ പറയുന്നു എന്റെ ക്ലെയിമിൽ ഞാൻ പിന്നോട്ടില്ല എന്നൊരു സൂചനയാണ് മനോരമയുടെ ഹോർത്തൂസ് എന്ന പരിപാടിയിലൂടെ നൽകിയത്.